കോട്ടണിലുള്ള 3-piece സെറ്റാണ് നമ്മൾ കാണിക്കുന്നത്. സൈഡ് സ്ലിറ്റ് ഉള്ളതുണ്ട്, ചിലത് ലൈൻ പാറ്റേണിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു വയലറ്റ് കളറിനകത്ത് പാച്ച് വർക്ക് വരുന്നതാണ്. അതായത് നോർമലി നമ്മൾ കാണുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് ടോപ്പ് വരും, ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. ഇതിലിപ്പം പ്ലെയിൻ ടോപ്പ് വന്നിട്ട് അതിനകത്തേക്ക് ഈ ബോട്ടമിനകത്തെ ആ പ്രിൻ്റ്, അതായത് ആ ലീഫ് എടുത്ത് വെട്ടി പാച്ചാക്കി അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ തന്നെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചസ് പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ആ ഒരു ഫ്ലോറൽ പാച്ച് ഈ ഒരു സൈഡിലോട്ട് വരുന്നതുകൊണ്ടാണ് ഈ നെക്കിനൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ വരുന്നത്. ആ ഒരു ലീഫി പോലത്തെ പെറ്റൽ പോലത്തെ സ്റ്റൈൽ വരുന്നത്. അതിനകത്തേക്ക് ഹാൻഡ് വർക്കും കൂടി പോകുന്നുണ്ട്. ലേസിൻ്റെ ഡീറ്റെയിലും ഉണ്ട്. ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിനകത്ത് നമ്മൾ കാണുന്നതെല്ലാം എംബ്രോയ്ഡറി വർക്കും ഈ ഒരു പാച്ച് വർക്കും ആണ്. അല്ലാതെ പ്രിൻ്റ് അല്ല, പാച്ച് എടുത്ത് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഐറ്റമാണ്. ഒരു വി നെക്കായിട്ടാണ് വരിക. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഇങ്ങനെ സെയിം കളറിൽ തന്നെ പ്രിൻറ്റിലാണ്, അത് പാച്ചല്ല പ്രിൻ്റാണ് വരിക. ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു മൽക്കോട്ടൺ ദുപ്പട്ടയ്ക്കകത്തേക്ക് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഈ പാച്ചസ് എല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് സ്ലീവിലേക്കും അങ്ങനെ വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. 184 1841 ഇതിൻ്റെ റേറ്റ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ഉള്ള ഐറ്റമാണ്. സ്ലിറ്റിൻ്റെ സൈഡിലേക്കും ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലേക്കും ഉണ്ട്. മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. ഇപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു പർപ്പിൾ കളറാണ്. ലൈനിങ് ഇല്ല, സോഫ്റ്റ് കോട്ടൺ ആണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കോട്ടൺ നല്ല വാഷ് കെയർ കൊടുക്കണം. ഡിറ്റർജൻറ്റിനകത്ത് സോക്ക് ചെയ്ത് വാഷ് ചെയ്യരുത്. നെക്സ്റ്റ് വരുന്ന അതിൻ്റെ കളർ ചേഞ്ച് ആണ്. റാണി പിങ്ക് കളറാണ്. അതിനകത്തോട്ടേക്ക് ഓഫ് വൈറ്റിൻ്റെ പാച്ച് വർക്കാണ്. ബോട്ടമിൻ്റെ ആ ഒരു പ്രിൻറ്റിൽ അത് പാച്ചാക്കി ടോപ്പിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും മേലെ ഇങ്ങനെ ഹാൻഡ് വർക്കും പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതൊന്ന് സോക്ക് ചെയ്ത് വാഷ് ചെയ്യരുത് കേട്ടോ. വീണ്ടും ഞാൻ പറയാണ്, എന്തായാലും ഇത് കളർ ബ്ലീഡ് ആവും. ഡാർക്ക് കളേഴ്സ് എല്ലാം ബ്ലീഡ് ആവും. അതുകൊണ്ടാണ് സോക്ക് ചെയ്ത് വാഷ് ചെയ്തതെന്ന് പറയുന്നത്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. 184 1841 ലേസ് ഡീറ്റെയിലിംഗ് കൂടെ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് 3XL വരെയാണ്. നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ്. ഇത് കളർ വരിക റെഡ് കളറാണ്. ഒരു ഡസ്റ്റി ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ്. പാച്ച് വർക്ക് വരും. 184 1841. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ മല്ലിലേക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ്. 1841 M2 3XL ആണ് സൈസ് അവൈലബിലിറ്റി. ഇത് ഗിരിജയാണ്. ഇവിടെ എൻ്റെ കൂടെ വന്നപ്പോൾ ആള് എന്നോടൊന്നും സംസാരിക്കത്തില്ല, ആരോടും മിണ്ടത്തില്ല. ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങൾ എല്ലാ പേരും വിളിക്കും. ഗിരിജയെന്ന് വിളിക്കും, ജലജയെന്ന് വിളിക്കും, വനജയെന്ന് വിളിക്കും. പക്ഷെ ശരിക്കും ഗിരിജയാണ് ഞങ്ങളുടെ. അതെ, എന്റെ പേര് വിളിച്ചാൽ ആൾ ഓടിങ്ങി വരും. അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൽ നോട്ടീസ് ചെയ്ത ഒരു ക്വാളിറ്റി. അപ്പം ഇത് ഞങ്ങളുടെ ഗിരിജ. ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ ഡെയിലി പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് ഗിരിജ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ കളറിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു 3-piece സെറ്റാണ്. ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഒരു റൗണ്ട് നെക്ക്, ജസ്റ്റ് ഒരു സ്ലിറ്റ് ഉണ്ട്. ഓൾ ഓവർ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഐറ്റമാണ്. അതിൻ്റെ ബോട്ടം വരുമ്പോഴും സെയിം സോഫ്റ്റ് കോട്ടണിൽ തന്നെ എൻഡിലേക്ക് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കറക്റ്റായിട്ടുള്ള പിസ്ത ഗ്രീൻ കളറാണ്. ദുപ്പട്ട വരുമ്പോൾ മൽക്കോട്ടൺ ആണ്. മൽക്കോട്ടണിനകത്തേക്കും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഐറ്റമാണ്. 1465 1465 ഇതെല്ലാം സോഫ്റ്റ് കോട്ടണും മൽക്കോട്ടണും ഒക്കെയാണ്. വാഷ് കെയർ കൊടുക്കുക തന്നെ വേണം. സൈഡ് സ്ലിറ്റ് ഉള്ള ഐറ്റമാണ്. ഫ്രണ്ടിൽ വേസ്റ്റ് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ഡോറീസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്യാനായിട്ട്. 1465 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റും കോട്ടണിലുള്ള 3-piece സെറ്റാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചിക്കു ഷെയ്ഡ് ബേസ് വരും. അകത്തേക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറിലെ പോൾക്ക ഡോട്ട്സ് ആണ് വരിക. നെക്ക് വരുമ്പം ഇങ്ങനെ ഒരു കോളർ നെക്ക് വരും. ജസ്റ്റ് ഒരു വി ഓപ്പണിംഗ് ഉണ്ട്. അവിടെ തന്നെ പ്ലാക്കറ്റിൽ ചെറിയ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. സ്ലീവ് വരിക 3/4 സ്ലീവാണ്. സ്ലീവ് എൻഡിലേക്ക് ഇങ്ങനെ ബോട്ടമിൻ്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് ചെറിയ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലീവ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ആപ്പിൾ കട്ടിലാണ്, അതായത് ഒരു യു കട്ടിലേക്കാണ് ഐറ്റം വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടല്ല, ഇത് യു കട്ടാണ്. സൈഡ് സ്ലിറ്റുള്ള ഐറ്റമാണ്. സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയതാണ്. ബോട്ടം വരുമ്പം പ്രിൻറ്റഡ് ബോട്ടമാണ് ബ്ലാക്കിൽ. 1316 റേറ്റ് വരുന്നത്. ദുപ്പട്ട വരുമ്പം ഈ 2 പ്രിൻറ്റും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മൽക്കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ വരും. പോൾക്ക ഡോട്ട്സ് സെൻറ്ററിലേക്ക് വരും. ഫ്ലോറൽ ഡീറ്റെയിൽസ് സൈഡിലേക്ക് വരും ബോർഡർ പോലെ. 1316 ഇതിന് ലൈനിങ് ഇല്ല, ഡബിൾ സൈഡ് പോക്കറ്റാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു ഡിസൈൻ കൂടി ഉണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ പോൾക്ക ഡോട്ട്സ് ആണ്. ബാക്കിൽ ഈ ഒരു
ബോട്ടമിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ഒന്ന് ഫ്ലാപ്പ് പോലെ അറ്റാച്ച് ചെയ്തിട്ട് ചെറിയൊരു ഇൻവേർട്ടഡ് ഫ്ലാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഈ സ്ലീവിൻ്റെ എൻഡിലേക്കും വരുന്ന ഈ ചെറിയ പ്ലീറ്റ്സും കൂടിയാണ് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കുന്നത്. 1316 റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ. നെക്സ്റ്റും പ്രിന്റഡ് കോട്ടണിൽ തന്നെ കളർ വരിക ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്. ഇതാണ് എലൈൻ പാറ്റേണിൽ വന്നേക്കുന്നത്. എലൈൻ പാറ്റേണിൽ വന്നിട്ട് എൻഡിലായിട്ട് ചെറിയ സ്ലിറ്റ് ഉണ്ട്. രണ്ട് ഇങ്ങനെ താഴേക്ക് 2 വലിയ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കോളർ പാറ്റേൺ നെക്കാണ്. അവിടെ തന്നെ ഓപ്പണിംഗ് ഉണ്ട്. അതിൽ തന്നെ ഓരോ ഡിസൈൻസിലും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. ദുപ്പട്ട വരുമ്പോഴും ആ 2 ഡിസൈനും കൂടി വരുന്ന കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. 1440 റേറ്റ് വരുന്നത്. ഇതിനൊന്നും ലൈനിങ് ഇല്ല. ബോട്ടം വരുന്നതും സിക്സാക് പാറ്റേണിൽ സെയിം കളർ കോമ്പിനേഷൻ ലൈറ്റ് കോഫി ബ്രൗൺ കളറിൽ തന്നെയാണ് വന്നേക്കുന്നത്. 1440 മീഡിയം തൊട്ട് 3Xലാണ് സൈസ് അവൈലബിൾ. നെക്സ്റ്റ് പിൻഡക്സ് വരുന്ന ഐറ്റമാണ്. കോട്ടണിൽ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പിൻഡക്സ് ആണ്. പ്രിന്റഡ് കോട്ടണിൽ ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ ഒരു ചിക്കു ഷെയ്ഡിലെ പ്രിന്റ്സ് ആണ് വന്നേക്കുന്നത്. ലീഫി പ്രിന്റ് ആണ്. റൗണ്ട് പാറ്റേൺ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സ്ലീവിലോട്ടും പിൻഡക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറച്ച് സ്ട്രെച്ച് ആവുന്നതാണ്. പിൻഡക്സ് വരുമ്പോൾ കുറച്ചും കൂടി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ്. ബോട്ടം വരുന്നത് പ്രിന്റഡിലാണ്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ പ്രിന്റഡ് ദുപ്പട്ടയാണ് വരിക. 1396 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1396 ആണ് റേറ്റ് വരിക. ഇങ്ങനെ വരും. കോട്ടൺ ദുപ്പട്ടയാണ്. 1396 മീഡിയം തൊട്ട് 3Xലാണ് സൈസ് അവൈലബിലിറ്റി. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നെക്സ്റ്റും പിൻഡക്സിൽ തന്നെയാണ്. ഫ്രണ്ടിൽ പിൻഡക്സ് വരും. ബാക്കിൽ പ്ലെയിൻ മെറ്റീരിയൽ, അതായത് പ്രിന്റഡ് മാത്രമേ ഉള്ളൂ. പിൻഡക്സ് വന്നിട്ടില്ല. സ്ലീവിൻ്റെ എൻഡിലേക്കും ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോകുന്ന ഐറ്റമാണ്. സ്ലീവിൻ്റെ ഇങ്ങനെ പുളോവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ബ്ലൂ ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലെ പ്രിൻസ് ആണ് വരുന്നത്. ബോട്ടം വരുന്നത് സ്ട്രൈപ്സിലാണ്. ആ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ. ദുപ്പട്ട വരുമ്പോൾ 2 പ്രിൻറ്റും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. 1316 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1316 സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് XXL. ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 46 ആണ്. ബോട്ടമിൻ്റെ ലെങ്ത് വരുന്നത് 38 ആണ്. ഇത്രയാണ് നമ്മുടെ കോട്ടൺ 3 പീസ് സെറ്റിൻ്റെ കളക്ഷൻ.